സോ ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് CS-ൻ്റെ ഒരു പാർട്ടായിട്ടാണ്. അപ്പോൾ ഗായ്സ് നമ്മൾ ഫസ്റ്റ് റൗണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ കളിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് നിങ്ങൾ വാച്ച് ചെയ്താൽ മതി. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഞാൻ ഗെയിമിംഗ് വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോസ് ഇടുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണം അമർത്തുക. പിന്നെ ഞാൻ ലൈവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ബെല്ലൈക്കൺ ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ ലൈവ് തുടങ്ങുന്ന സമയം വരും. പിന്നെ പറയാലോ, അത്യാവശ്യം നല്ലപോലെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഗായ്സ് റെഡിങ് കോഡൊക്കെ സെറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് എനിക്ക്. എല്ലാ ലൈവിലും ഞാൻ റെഡിങ് കോഡ് കൊടുക്കാനുള്ള പ്ലാൻ ഉണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാ ലൈവിലും ഞാൻ 50 ലൈക്ക് ആവണ നേരത്ത് ഓരോ റെഡിയും വെച്ചിട്ട് ഞാൻ കൊടുക്കും. അത് എത്ര രൂപൻ്റെ ആണെന്ന് നമുക്കറിയാം. പിന്നെ 1K സബ് എന്തെങ്കിലും അടിക്കണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. 1K ലൈക്ക് ഞാൻ 1K സബ്സ്ക്രൈബേഴ്സ് അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ ലൈവിൽ വെച്ചിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യും. ഇട്ടിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ട് അതിൽ ഫസ്റ്റ് കയറി വരുന്ന പ്ലെയറിന് ഞാൻ എന്ത് ചെയ്യും ഗൈസ്. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് നല്ലപോലെ നമ്മൾ എടുത്ത് കേട്ടോ, കളി കണ്ടോളൂ. ഓക്കെ, അതിൽ കയറി വരുന്ന ഫസ്റ്റത്തെ പ്ലെയറിന് നമ്മൾ മന്ത്ലി കൊടുക്കും. പിന്നെ രണ്ടാമത്തെ കയറി വരുന്ന മെമ്പറിന് പിന്നെ നമ്മൾ വീക്കിലി കൊടുക്കും. പിന്നെ അതിൻ്റെ കുറഞ്ഞ സാധനമുണ്ടല്ലോ അത് കൊടുക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ 1K സബ് അടിക്കാൻ വേണ്ടി എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ആരെന്നൊന്നുമില്ല, ലൈവിൽ നിന്ന് ഒരാൾ കയറണവന് കമൻ്റ് ഇട്ട് സബ്സ്ക്രൈബർ ആണോ അവനക്ക് ഞങ്ങൾ എടുത്ത് കൊടുക്കും ഗൈസ്. ഇതിൽ കാര്യമായിട്ട് വലിയ ഗെയിം പ്ലേ, ഭയങ്കര സീനാണ്, ഭയങ്കര ഹെഡ് ഷോട്ട് അടിച്ച് കാര്യങ്ങൾ അങ്ങനെയൊന്നും കളിക്കുന്നില്ല. ഞാനൊരു നോർമൽ ആയിട്ടുള്ളൊരു വീഡിയോ ഇടുന്നത്. ഇത് നിങ്ങളെയൊക്കെ അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. പിന്നെ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈവിൽ എല്ലാവരും കയറുക. പിന്നെ ഇടുന്ന ഷോർട്സിനും വീഡിയോസിനൊക്കെ ലൈക്ക് അടിക്കാൻ ഒന്നും വരാൻ പോകുന്നില്ല ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ലൈക്കും കൂടെ അടിക്കുക എല്ലാ വീഡിയോസിനും. കാണുന്ന വീഡിയോസിനൊക്കെ നിങ്ങൾ ലൈക്ക് അടിച്ചാൽ മതി, അപ്പോൾ തന്നെ സെറ്റാവും ഗൈസ്. നമ്മളിവിടെ എലിമിനേറ്റർ ഉണ്ട് നൈസായിട്ട്. ചെറിയ ബോഡി ഡാമേജും ചെറിയൊരു ഹെഡ് ഷോട്ടും കൊടുത്തിട്ടാണ് ഞാൻ ഇട്ടത്. രണ്ടാമത്തെ എനിമിനെ ഞാൻ തപ്പിയിട്ട് താഴത്തേക്ക് പോകാൻ ആ കുയ്ക്ക് ചാടാൻ നിന്ന്. പിന്നെ കലഹാരിക്ക് വലിയ പരിചയം ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് കലഹാരി കളിച്ചത് ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം. അതുകൊണ്ട് ഞാൻ പിന്നെ എന്താട്ടി താഴത്ത് കൂടെയാണ് ചാടിയിട്ട് നൈസിൽ എനിമിനെ അടിക്കാച്ചിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ടീംമേറ്റൊക്കെ ഉണ്ട് സൈഡിൽ. ടീംമേറ്റിൽ ഒരുത്തൻ വീണ്. എന്താ ചെയ്യുക, പ്ലേയേഴ്സിനെ കിട്ടണ്ടേ. അപ്പോൾ എൻ്റെ സ്കോഡ് നൈസിൽ വലിഞ്ഞിരുന്നു. എല്ലാവരും ഒന്ന് സൈഡാണ് ടൈം ചെയ്യുന്നത്. ഏകദേശം 1 മണി ആ സമയമൊക്കെ ആകുമ്പോഴാണ് ഈ വീഡിയോ എടുത്തത്. നൈസിൽ ഒരുത്തന്നെ നമ്മളെ ഒരു ചെറിയ ഹെഡ് ഷോട്ട് കൊടുത്തിട്ട് നമ്മൾ അടിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ടീംമേറ്റിൻ്റെ മോൻ കുമ്മി, അങ്ങനെ തന്നെ പറയണല്ലോ. ഞാൻ അത്യാവശ്യം കുറച്ചൊക്കെ ഡാമേജ് കൊടുത്തിരുന്നു ഗൈസ്. അപ്പോൾ ഗെയിമിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2-0 എന്നുള്ള നിലയിലാണ് നമ്മൾ നിൽക്കുന്നത് ഗൈസ്. അപ്പോൾ റെഡിങ് കോഡിൻ്റെ കാര്യം ആരും മറക്കണ്ട. റെഡിങ് കോഡ് 50 ലൈക്ക് ഓരോ ലൈവിൽ, അതായത് എല്ലാ 50 ലൈക്ക്. ഇപ്പം 50 ലൈക്ക് അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് 100 ലൈക്ക് അടിക്കുമ്പോൾ വേറെ റെഡിങ് കോഡ് ഞാൻ തരും. അത് എത്രയിൻ്റെ എന്നൊക്കെ കിട്ടണോന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പിൻ ചെയ്യുക. ലൈവ് ഓൺ ആക്കുന്ന നേരത്ത് എല്ലാവരും വന്ന് ജോയിൻ ചെയ്യുക ഗൈസ്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ബാക്ക് ടു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. നമ്മൾ നൈസിൽ ഇതിനുള്ള കൂടി ചാടിയിട്ട് ഇതിൽ ചാടാൻ പറ്റില്ലല്ലോ. ഓക്കെ, നമ്മൾ നൈസിൽ ചാടിയിട്ട് അതിൻ്റെ കൂടി ചാടാൻ പറ്റുന്നില്ല ഗൈസ്. ഫസ്റ്റ് ടൈം റോളായി പോകാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളെ കയ്യിലിപ്പോൾ പാരാഫിലും നമ്മളെ കയ്യിലിപ്പോൾ M4 റൗണ്ടും പിന്നെ MP40 ആണുള്ളത് ഗൈസ്. അപ്പോൾ MP40 EVO ആണ് കേട്ടോ. MP40 EVO 3 ആണെന്ന് തോന്നുന്നു, ലെവൽ 3 ആണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഗൈസ്. ആ മാച്ചിൽ ഞാൻ നൈസിലാണ് കയറിയിൽ ചെറുതായിട്ടൊന്ന് കൈക്കന്ന് പോയി. അല്ലാപ്പം ഞാൻ പറയാം, അതായത് ഞാൻ ഡൗൺ ആയി കേട്ടോ. അതായത് ടീമേറ്റാണ് കളി എടുത്തുക്കണേ. ഞാൻ ആസ് യൂഷ്വൽ ഞാനത് റെക്കോർഡ് ചെയ്തില്ല ഗൈസ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ഓണാക്കി ഇടാൻ മറക്കണ്ട. ലൈവ് വരും, റെഡിങ് കോഡ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഗായ്സ്. അപ്പോൾ നൈസിൽ നമുക്ക് ഈ കലഹാരിക്ക് വലിയ ഐഡിയ ഇല്ലാത്ത തന്നെ ഈ ഷിപ്പിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കയറണം. നോക്കട്ടെ, എനിമി ഉണ്ടോ ഗായ്സ്? എനിമി ഇല്ല. അതാ ഒരുത്തം വരുന്നുണ്ട്. വരുന്നുണ്ട്. നൈസിൽ ഹെഡ്ഷോട്ട് അടിച്ചു, പക്ഷെ വീണില്ലല്ലോ നീ. എന്തോ ഒരു കഷ്ടം. നൈസിൽ ഷിപ്പിൻ്റെ ഉള്ളിൽ കയറേണ്ട. നൈസിൽ പുറത്തേക്ക് ചാടിയല്ലോ. ഓക്കെ, പുറത്തേക്ക് ചാടാം. ഓക്കെ, അപ്പോൾ നമ്മൾ പുറത്ത് ടീമേറ്റിനെ നോക്കാക്കി. എന്താ അത്? എൻ്റെ മോനെ
ഓ ഗൈസ് അപ്പോൾ ഒരുത്തന്നെ അത് അവിടെ നിൽക്കുന്ന നൈസിൽ ടീംമേറ്റിൻ്റെ കില്ല് നൈസിൽ ഫിനിഷ് ആയിട്ടുണ്ട്. ലെക്കില്ലാത്ത ഏതോ എങ്ങനെയാണ് തോന്നുന്നു. നൈസിൽ ഒരു ചെറിയ ഹെഡ് ഷോട്ട് കൊടുത്തിട്ട് നമ്മൾ നട്ടിട്ടുണ്ട് ഗൈസ്. അവനെ ഫിനിഷ് ചെയ്തു ഗൈസ്. ഇവിടുന്നാണ് എനിക്കൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റാൻ പോണ് ഗൈസ്. ആ എനിമി എൻ്റെ മോനി, ആ എനിമി നൈസടിക്കാൻ ഗൈസ് കിട്ടിയില്ല എൻ്റെ മോനി ഗൈസ്. നൈസിലാണ് കയറി നോക്കുക ഗൈസ്. ഓഹോ കളി പോയി ഗൈസ്. എനിക്ക് സിമ്പിളായി എടുക്കുകയാണ് ഗൈസ്. ഒരു എന്തോ ചെയ്യാനാണ് നോക്കണേ. ഞാനിത് മാസ്റ്റർ ലോബിക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. അതാണ് ചെറിയ ടഫ് വരുന്നത് എനിക്ക്. ഞാൻ മാസ്റ്റർ അടിക്കുന്നത് സാധാരണ, പക്ഷേ ടീമും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓരോ ഇല്ല ഞാൻ കളിക്കാറില്ല. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം പിന്നെ വീഡിയോസ് ഇടേണ്ടത് വിചാരിച്ചിട്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. ലൈക്ക് ചെയ്താൽ ഷെയർ ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ 50 ലൈക്കിന് ഓരോ 50 ലൈക്കിനും ഞാൻ റെഡിങ് കോഡ് പിൻ ചെയ്യും. വേണ്ടവർ ലൈവിൽ വരിക. രാവിലെ 10 മണി ടു അതായത് വെക്കേഷൻ തീരുന്ന വരെ രാവിലെ കുറച്ച് ആഴ്ചകളുണ്ടാവും. ഞാൻ റെഡിങ് കോഡ് എടുത്തിട്ടാണ് ഇരിക്കുക. രാവിലെ 5 മണി 10 മണി ടു ഒരു പിന്നെ അവിടെ തുടർന്നുണ്ടാവും. എത്ര മണിയാണെന്നൊന്നുമില്ല, തുടർന്നുണ്ടാവും. ചെറിയൊരു ഹെഡ് ഷോട്ട് കൊടുത്തിട്ട് റിവൈവ് ആകാൻ അയച്ചില്ല ഗൈസ്. കളി പോവും, വിഷയമാണ്. അതൊന്നും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കിൽ നിന്നൊരു ടീമേറ്റിൻ്റെ കില്ല് നൈസിൽ ടീമേറ്റ് കംപ്ലീറ്റ് ആയിട്ട്. എന്താണത്? നൈസിൽ ടീമേറ്റ് അവനെ അടിച്ചിട്ട് ഗായ്സ് എനിക്ക് കിട്ടിയില്ല. ഞാൻ ഡാമേജ് കൊടുത്തു, പക്ഷേ റീകോളായി പോയി ഗായ്സ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞ പോലെ ലൈവിൽ ഓരോ 50 ലൈക്കിനനുസരിച്ച് ഞാൻ ഇനി വേണമെങ്കിൽ വീഡിയോസിലും ചെയ്യാം. വീഡിയോസിൽ എല്ലാ വീഡിയോക്കും 1K വ്യൂസും ഒരു 100 ലൈക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പിറ്റത്തെ വീഡിയോയിൽ ഞാൻ എന്ത് ചെയ്യും, എവിടെയെങ്കിലൊക്കെ ഒരു പിൻ ചെയ്യുന്നുണ്ട് ഗായ്സ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഗായ്സ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ പോട്ടെ ഗൈസ്, ബൈ ബൈ.